ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദേഴ്സിൽ ഉണ്ടാവുന്ന പെയിൻഫുൾ കണ്ടീഷനാണ് നിപ്പിൾ ക്രാക്ക് അഥവാ നിപ്പിൾസിൽ ഉണ്ടാവുന്ന വിണ്ട് കീറൽ. ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ പൊസിഷനാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ മദറിന്റെ ബ്രസ്റ്റും അതുപോലെ തന്നെ ബേബിയുടെ മൗത്തുമുള്ള പൊസിഷനിങ്. ബേബി സക്ക് ചെയ്യുമ്പോൾ അത് ആ ബ്രസ്റ്റിന്റെ ഏരിയോളയും നിപ്പിളും കൂടി ഇൻക്ലൂഡഡ് ആവുന്ന ഏരിയ വേണം സക്ക് ചെയ്യാനായിട്ട്. നിപ്പിള് മാത്രമായി സക്ക് ചെയ്യുമ്പോൾ അത് നിപ്പിൾ ക്രാക്ക് കൂട്ടാൻ ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ നിപ്പിൾ ക്രാക്ക് വരാൻ ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ രണ്ട് ബ്രസ്റ്റിന് മാറി മാറി ഫീഡ് ചെയ്യുക എന്നുള്ളതും, ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞാൽ അവിടെ നന്നായി വൈപ്പ് ചെയ്തിട്ട് ഡ്രൈ ആയി കീപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാകൾ അത് കറക്റ്റ് ഫിറ്റ് എന്നുള്ളതും, അതുപോലെ തന്നെ അത് പ്രിഫറബിളി കോട്ടൺ ക്ലോത്തിന്റെ ബ്രാകളും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ ബ്രസ്റ്റ് പാഡുകൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീക്വൻലി ചേഞ്ച് ചെയ്യുക, അത് എപ്പോഴും ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രാസ് നമ്മൾ ഫ്രീക്വൻലി ചേഞ്ച് ചെയ്യുക. ഒരു എവരി 6 hours കൂടുമ്പോഴും ബ്രാ ചേഞ്ച് ചെയ്യാനും, ഈ ചേഞ്ച് ചെയ്ത ബ്രാ ഒരു ഹോട്ട് വാട്ടറിൽ കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കാനും വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ എപ്പോഴും വിട്ടുപോകുന്ന കാര്യം, ചില ബേബീസിന്റെ മൗത്തിൽ ഒരു ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ത്രഷ് നമ്മൾ അതിന് പറയും. ചെറിയൊരു വൈറ്റ് കളറിൽ ബേബീസിന്റെ ടങ്ങിലും അതുപോലെ തന്നെ മൗത്തിന്റെ ഒരു മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ലിപ്സിന്റെ അകത്തുള്ള ഭാഗത്തൊക്കെ ചിലപ്പം ഒരു വൈറ്റ് കളറിൽ ഇൻഫെക്ഷൻ കാണാൻ പറ്റും. ഇത് ബേബീസിൽ ഉണ്ടാകുന്ന ഒരു ഫംഗസ് ഇൻഫെക്ഷൻ ആണ്. ഈ ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ ആ നിപ്പിൾ ക്രാക്ക് ഉള്ള മദേഴ്സിനാണെങ്കിൽ അത് ഈ ഒരു ഫംഗസ് വഴി, ബേബിയുടെ മൗത്തിലുള്ള ഫംഗസ് വഴി ഈ ക്രാക്സ് ഇൻഫെക്റ്റഡ് ആവാനും അതിന്റെ പെയിനും ഇമ്മ്യൂണിറ്റി കൂടാനും സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ബേബീസിനും കൂടെ ആ ഒരു ത്രഷ് മാറാനുള്ള മെഡിസിൻ കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു നിപ്പിൾ ക്രാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ഡ്രോപ്പ് ബ്രസ്റ്റ് മിൽക്ക് എടുത്തിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്രസ്റ്റ് മിൽക്കിന് ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് റബ്ബ് ചെയ്യുമ്പോൾ അത് ഹീലിംഗ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും.